ഇനി വളരെ പ്രധാനപ്പെട്ട ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നടൻ പ്രേംകുമാറിനെ ഈ സർക്കാർ വഞ്ചിച്ചുവോ, ഏറ്റവും ഒരു നിർണായക ഒരു ഘട്ടത്തിലേക്ക് പ്രേംകുമാർ എത്തി നിൽക്കുമ്പോൾ ആ പ്രേംകുമാറിനെ വെട്ടിവീഴ്ത്തുകയായിരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിമർശനങ്ങൾ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്ന് ഉയരുന്നുണ്ട്, ആരാധകരുടെ മുന്നിൽ നിന്ന്, സിനിമാ പ്രേമികളുടെ മുന്നിൽ നിന്നും ഉയരുന്നുണ്ട്. സമൂഹത്തിൽ നിന്നൊക്കെ ഇത് വലിയ ചോദ്യചിഹ്നമായി സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ ഇങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇന്നിപ്പോൾ സജി ചെറിയാന്റെ ഒരു പ്രതികരണം വരുന്നത് ഇങ്ങനെയാണ്. നടൻ പ്രേംകുമാറിന് 4 വർഷം സർക്കാർ അർഹിച്ച പരിഗണന നൽകിയിട്ടുണ്ടെന്നാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത്. പ്രേംകുമാറിന്റെ കാലാവധി കഴിഞ്ഞതാണ്, പുതിയ ഉത്തരവ് ഇറക്കുക മാത്രമാണ് സർക്കാർ ചെയ്തിട്ടുള്ളത് എന്ന് മന്ത്രി പറയുന്നു. മന്ത്രിയുടെ വാക്കുകൾ കേട്ട ശേഷം നമുക്ക് ഒരു വിശകലനത്തിലേക്ക് കൂടി പോകാം. സ്വാഭാവികമായിട്ടും പ്രേംകുമാറിനോട് പറഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിച്ചത്. കാരണം ഞാൻ ഇല്ലായിരുന്നു, ഞാൻ വിദേശത്തായിരുന്നു ഇത് ഉത്തരവാദിത്വ സമയത്ത്. അപ്പോൾ പ്രേംകുമാറിനോട് പറയേണ്ട ഉത്തരവാദിത്വം അക്കാദമിയിലെ ഭാരവാഹികൾക്ക് ഉള്ള ഉത്തരവാദിത്തമാണ്. അത് പറഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഞാൻ തിരക്കിയില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സാധാരണ നമ്മൾ ഒരു ടീം മാറി അടുത്ത ടീം വരുന്നു, അതിന് നമ്മൾ ഉത്തരവ് ഇറക്കുന്നു. അതിനപ്പുറത്തേക്കൊരു സംഗതിയായിട്ട് നമ്മളതിനെ കാണുന്നില്ല. ഒരു ചെറിയ കാര്യമാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കാലത്ത് അദ്ദേഹത്തിന് കൊടുത്ത അംഗീകാരം. അതേ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ് അന്ന് മാറ്റത്തില്ല. അതിന് ആശാ സമരത്തെ പറ്റി അതേ എവിടെ അഭിപ്രായം പറഞ്ഞു എനിക്കറിയില്ല. ഒക്കെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പ്രേംകുമാർ അതേസമയം ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന് മാനസികമായി ഈ വിഷയം കൈകാര്യം ചെയ്ത രീതിയോട് വലിയൊരു അമർഷവും ഖേദവുമൊക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഓപ്പണായിട്ട് സർക്കാരിനെതിരെ അദ്ദേഹം രംഗത്ത് വരുന്നില്ല. കാരണം അദ്ദേഹം ഒരു ഇടത് സഹയാത്രികനായിട്ട് കാലങ്ങളായി തന്നെ നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചെയ്ത ഈ രീതി സമീപനം ശരിയാണോ എന്നാണ് ചോദ്യം. ദിവിഷ് മണി എന്നോടൊപ്പം ചേരുകയാണ്. ദിവിഷ്, അതായത് റസൂൽ പൂക്കുട്ടിയെ സംബന്ധിച്ചോളം അറിയാമല്ലോ, ഒരു ഇന്റർനാഷണൽ ഒരു ഫിഗറാണ്. അദ്ദേഹത്തെ പോലെ ഒരാളെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരിടത്ത് സാങ്കേതിക മികവുള്ള ഒരു വ്യക്തിയെ പ്രതിഷ്ഠിക്കുമ്പോൾ അത് വലിയ കയ്യടിക്ക് നമ്മളെല്ലാം നല്ല കാര്യമാണ്. പക്ഷേ പ്രേംകുമാറിനോട് ഈ സംഭവം പോലും പുതുതാള് ചുമതലയെടുക്കുന്ന വിവരം പോലും ഔദ്യോഗികമായി അറിയിക്കുകയോ അല്ലെങ്കിൽ അതുവരെ ആ കസേരയിൽ ഇരുന്നയാണല്ലോ. അപ്പോൾ പ്രേംകുമാറിനോട് ഒരു അനീതിയാണോ ചെയ്തത്? മറ്റൊരു കാര്യം, പ്രേംകുമാർ എന്തുകൊണ്ടാണ് ഈ സംവിധാനത്തിന് അനഭിമതനായത് എന്ന ചോദ്യം ഇപ്പോൾ പലരും ഉയർത്തുന്നത്. എന്താണ് ദിവിഷിന് തോന്നുന്നത്? അല്ല, ഇന്നലെ നമ്മൾ രാവിലെ 10 മണിക്ക് ഞാൻ വാർത്ത വായിക്കുമ്പോഴാണ് ശ്രീ പ്രേംകുമാർ നമ്മൾ ടെലിഫോണിൽ ഇതിൻ്റെ പ്രതികരണം തേടുന്നത്. അപ്പോൾ ആദ്യമൊക്കെ അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നുണ്ടായിരുന്നു, പിന്നീടാണ് നമ്മുടെ ടെലിഫോണിൽ അദ്ദേഹം കണക്റ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ പല ആവർത്തി ചോദിച്ചിട്ടും അദ്ദേഹം ഇപ്പോൾ നേരത്തെ കൈപ്പിള്ളേന് പറഞ്ഞ പോലെ അദ്ദേഹം ഒരു ഇടത് സഹയാത്രികനാണ്. ഒരു സർക്കാർ തീരുമാനത്തിനെതിരെ അങ്ങനെ ഒരു വിസ്ഫോടനം നടത്തി വിവാദമുണ്ടാക്കാനൊന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, റസൂൽ പൂക്കുട്ടി ആ സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിൽ എത്തണം, ഇത്രയും വലിയൊരാൾ ആ സ്ഥാനം ഏറ്റെടുക്കുന്ന സ്ഥലത്ത് എൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതെന്നെ വേണ്ട രീതിയിൽ അറിയിച്ചില്ല എന്നതിൽ ഒരു മനപ്രയാസം ഉണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് മന്ത്രി പറഞ്ഞ ഒരു ചെറിയ കാര്യമെന്നാണ്. പക്ഷേ ഒരു ചെറിയ കാര്യമാവുന്ന എങ്ങനെയാണ്? ഇത്രയും വളരെ കേരളത്തിലെ തന്നെ സാംസ്കാരിക രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം എന്നത്. മാത്രമല്ല ദിവിഷ് അറിയാലോ, കഴിഞ്ഞ ചലച്ചിത്ര മേള എത്രത്തോളം ഒരു മേള നടത്തിക്കൊണ്ടുവന്ന ഭയങ്കര റിസ്ക്കാണ്. ഒരു മേളയുടെ അവസാന നാളിൽ രഞ്ജിത്തിന് കൂക്കുവിളി കിട്ടിയ ഒരു സാഹചര്യം അദ്ദേഹം തന്നെ ഒരുക്കിയതാണ്. അങ്ങനെ ഒരു മേളയ്ക്ക് ശേഷം ഈ താക്കോൽ സ്ഥാനം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം എല്ലാവരെയും ഒപ്പം നിർത്തി ഈ മേള വിജയിപ്പിച്ചു. ആ വിജയിപ്പിച്ച ഒരാൾക്ക് PS പ്രശാന്തിന്റെ കാര്യം നോക്കൂ. ഏറ്റവും വിവാദ ചുടിയിൽ നിൽക്കുന്ന PS പ്രശാന്തിന് ഈ ദേവസ്വം ബോർഡ് താക്കോൽ വീണ്ടും 1 വർഷം കൂടി നൽകുകയാണ്. അങ്ങനെയെങ്കിൽ നൽകേണ്ടിയിരുന്നത് പ്രേംകുമാറിനായിരുന്നു തുടർച്ച. അല്ല, ഈ നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ജനകീയമായിട്ടൊരു വിഷയം എപ്പോഴും കൈകാര്യം ചെയ്യുന്ന ഈ ചലച്ചിത്രമേള തന്നെയാണ്. അത് നമുക്കറിയാം, മാധ്യമങ്ങൾ വളരെ ആഘോഷപൂർവ്വം ചലച്ചിത്രമേളയെ കൊണ്ടാടിയിരുന്നപ്പോൾ എല്ലാ വർഷവും എന്തെങ്കിലും വിവാദങ്ങൾ അല്ലെങ്കിൽ വലിയ ഇഷ്യൂ ഒക്കെ ഉണ്ടാകുന്നു. പക്ഷേ ഇപ്പോൾ കാലങ്ങളായിട്ട് അതിൻ്റെ ഒരു രീതി മാറി. സോ ആയിട്ട് അദ്ദേഹം വന്ന ശേഷം അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ശ്രമിച്ചു. ഇപ്പോൾ ഇതിൽ പോലും ഇദ്ദേഹത്തെ ഈ മാറ്റി നിർത്തുന്ന കാര്യത്തിലുള്ള വിഷമമോ വിമർശനമോ പ്രതിഷേധമോ ഒക്കെ സോഷ്യൽ മീഡിയ മറ്റു പലരുമാണ് ഉന്നയിച്ചത്. അദ്ദേഹം നമ്മൾ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ശ്രീ പ്രേംകുമാർ പ്രതികരിച്ചാണ്. അദ്ദേഹം ഒരു തരത്തിലും ഇതിനൊരു വേറെ രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ആശാസമരവുമായി ബന്ധപ്പെട്ട് എന്താണ് ദിവിഷ്, കാരണം ഈ കലാകാരന്മാരൊക്കെ ഈ സ്ഥായിയായ വിഷയങ്ങൾ, ഒരു ആളുടെ കണ്ണീര്, ഒരു വ്യക്തിയുടെ ആ കണ്ണീരിനൊപ്പം നിൽക്കുകയും ശരിയില്ലായ്മ കാണുമെങ്കിൽ അതിനെതിരെ പ്രതികരിക്കേണ്ട മാനസികാവസ്ഥയുള്ള കലാകാരൻ, ആ കലാകാരൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള ആ കർത്തവ്യമാണ് അദ്ദേഹം ഒരുപക്ഷെ നിറവേറ്റി. അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ പല സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഒക്കെ ചില വിഷയങ്ങളിൽ മാത്രമാണ് അവർ കൃത്യമായി പ്രതികരിക്കുക, ചില കാര്യങ്ങളിൽ മിണ്ടാതിരിക്കുന്നത്. അത് നമ്മൾ കാലങ്ങളായി കണ്ടുവരുന്ന ശീലമാണ്. പക്ഷെ അദ്ദേഹം ഈ കാര്യത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ സർക്കാരിനെ അടച്ചാക്ഷേപിക്കുകയോ സർക്കാർ എന്താണ് ചെയ്യുന്നതെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം തന്നെയുള്ളത്, മനസാക്ഷി ഉള്ളതുകൊണ്ട് ആ സമരം ഒന്ന് വേഗത്തിൽ അവസാനിപ്പിക്കണം. ഇത്രയും ആളുകൾ ഒരു സെക്രട്ടേറിയറ്റ് നടയിൽ സ്ത്രീകൾ ഇങ്ങനെ വന്ന് കിടക്കുന്നു, അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ അത് പരിഹരിക്കാൻ ആവശ്യമായ ഒരു ഇടപെടൽ വേണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ സർക്കാർ എന്താണ്
എന്താണ് ഈ കാണിക്കുന്നത്, എന്തുകൊണ്ട് ഇടപെടുന്നത്, അങ്ങനെ രൂക്ഷമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ അതുപോലും ഒരുപക്ഷെ അദ്ദേഹത്തെ അനഭിനന്ദനാക്കാനുള്ള കാരണമായേക്കാം. പിന്നെ പറയുന്ന ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സജീവമായി പ്രചാരണ പരിപാടിക്ക് ഇറങ്ങിയില്ല എന്നാണ്. പക്ഷെ അതൊക്കെ അദ്ദേഹം തള്ളിക്കളയാണ്. നമുക്കിപ്പോൾ ഇതിന് അല്ലെങ്കിൽ അനുഭവിച്ച ആൾ പറയുന്നതിൻ്റെ അപ്പുറം നമുക്ക് കൂടുതൽ പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഇപ്പോഴും അദ്ദേഹം ഒരു മനപ്രയാസം എന്ന നിലയിൽ നിൽക്കുകയാണ്. പക്ഷെ മന്ത്രി പറഞ്ഞാൽ ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല. ഒരു കാര്യം കൂടി, ഈ റസൂൽ പൂക്കുട്ടി തന്നെ ബൈറ്റ് നമ്മൾ എടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്ക് ഒരുപാട് പ്രോജക്റ്റുകൾ ഞാൻ കമ്മിറ്റഡ് ആണ് ഓൾറെഡി. അപ്പോൾ ഈ ചലച്ചിത്ര മേളയൊക്കെ നടക്കുന്ന സമയമാണ്. ആ സമയത്തിനൊക്കെ അദ്ദേഹത്തിന് ഒരു പക്ഷേ ആഗ്രഹമുണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ഫിഗർ അതൊക്കെ ഒരു പക്ഷേ അങ്ങനെ കൂടുതലായി ഇടപെടാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സജീവമായി തന്നെ ഇടപെടേണ്ട ആവശ്യമാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ പല പല സിനിമ ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഒരു നിർണായക സ്ഥാനം വഹിക്കേണ്ട ആളാണ്. അപ്പോൾ കേരളത്തിൽ വളരെ കൂടുതൽ സമയം കേരളത്തിൽ ചെലവഴിക്കുന്ന ഒരാൾ ഒരു ഇതിപ്പോൾ കലാകാരന്മാർ അവിടെ വന്നിരുന്നു എന്നതുകൊണ്ട് മാത്രമേ നന്നാവില്ല. ഇതിനൊരു മാനേജ്മെന്റ് വൈദഗ്ധ്യം വേണം, കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ, അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുക. അപ്പോൾ ഏതൊരു കലാകാരനും അയാൾ ചിലപ്പോൾ ആ ചെയ്യുന്ന കലയിലും അല്ലെങ്കിൽ അതിലായിരിക്കും അയാൾ കൂടുതൽ സജീവമായിട്ടിരിക്കുക, അയാളുടെ മനസ്സ് സജീവമായിട്ടിരിക്കും. നമുക്കറിയാലോ സച്ചിൻ നല്ല കളിക്കാരനാണ്, പക്ഷെ അദ്ദേഹം ക്യാപ്റ്റനായി കഴിയുമ്പോൾ അദ്ദേഹത്തിന് അത് പറ്റാറില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ വഴിക്ക് വിടണം. ഇപ്പോൾ റസൂൽ പൂക്കുട്ടിയെ പോലെ ഇത്രയും ലോകത്തൊക്കെ വലിയ പ്രോജക്റ്റുള്ള ആൾക്ക് എത്രത്തോളം പൂർണ്ണമായിട്ടും ഇതിനോട് നീതി പുലർത്തി മുന്നോട്ട് പോകാൻ കഴിയും നമ്മൾ കണ്ടു തന്നെ അറിയണം. പ്രേംകുമാർ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിന് കുറച്ചുകൂടി സാധ്യതയുണ്ട്. പിന്നെ സർക്കാർ പറയുന്ന പോലെ സർക്കാരിന് തീരുമാനം എടുക്കാം, ഇന്ന സമയം ഇന്ന ആളെ, അതൊക്കെ അതൊന്നും വിഷയമല്ല, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഒരു മര്യാദ എന്നൊരു സംഭവം അദ്ദേഹത്തോട് ദിവീഷ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ പ്രേക്ഷകരായാലും നിങ്ങൾ ഒന്ന് സ്വയം ചിന്തിക്കുക. നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, അവിടേക്ക് നമ്മൾ എല്ലാ ദിവസവും ചെല്ലുന്നു. അപ്പോൾ നമ്മൾ പോലും അറിയാതെ പിറ്റേ ദിവസം ഒരാൾ ആ കസേരയിലേക്ക് വന്നിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ളൊരു വ്യഥ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ചില രീതികൾ, ചില ചിട്ടവട്ടങ്ങൾ ആ നടപ്പാക്കൽ രീതിയിൽ അതെ സഞ്ചരിക്കുന്ന ഒരാൾ ചെയ്തുകൊണ്ട്, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്രേംകുമാറിനോട് അല്പം മോശമായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരികയാണ്. എന്തായാലും സർക്കാർ ചിന്തിക്കട്ടെ. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ എന്തായാലും പ്രേംകുമാറിന്റെ വാദങ്ങൾ കൂടി കേൾക്കാനുള്ള ബാധ്യത കൂടി ഉണ്ട്.